السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد شيخ الإسلام أحمد بن تيمية شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى: ولهما في حديث عتبان فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. وعن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال: قال موسى عليه السلام: يا رب علمني شيئا أذكرك وأدعوك به. قال: قل يا موسى لا إله إلا الله. قال: يا رب كل عبادك يقولون هذا. قال: يا موسى لو أن السماوات السبع معامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. رواه ابن حبان والحاكم وصححه. وللترمذي وحسنه عن أنس: سمعت رسول الله صلى الله عليه وآله وصحبه وسلم يقول: قال الله تعالى: يا ابن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. സഹോദരന്മാരെ, രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബുൻ ഫളലു തൗഹീദി വമാ യുകഫിറു മിനൽ ദുനൂബ്. തൗഹീദിന്റെ ഫളല് പറയുന്ന അധ്യായമാണ്. വമാ യുകഫിറു മിനൽ ദുനൂബ്, തൗഹീദ് ഉൾക്കൊണ്ടു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന, ഒഴിവാക്കി കൊടുക്കുന്ന കാര്യം വിശദീകരിക്കുന്ന അധ്യായവുമാണ്. അതിൽ ആദ്യമായി സൂറത്തുൽ അൻആമിൽ നിന്നുള്ള ആയത്ത് 82-ാമത്തെ ആയത്ത് അതിലേക്കുള്ള തെളിവായി മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയും
അതിനുശേഷം ഉബാദത്ത് ബിനു സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വന്നിരിക്കുന്ന വിശദമായ ഹദീസ് അത് നമ്മൾ വായിക്കുകയും ചെയ്തു. അതിനുശേഷം ഉത്ബാൻ ഇബ്നു മാലിക് അൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന രണ്ടാമത്തെ ഹദീസ് വലഹുമ അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഅനി അമീറുൽ മുഅ്മിനീന ഫിൽ ഫിഖ്ഹി വൽ ഹദീസ് അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി ومسلم ابن الحجاج ابن حسين القشيري رحمهم الله അവർ രണ്ടുപേരും റിവായത്ത് ചെയ്തിരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ فإن الله حرم على النار നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമ അലൻ നാർ നരകത്തിനുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. നരകത്തിന് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അഥവാ നരകത്തിന് സ്പർശിക്കാൻ കഴിയില്ല. ആരെ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അത് പറയുകയും യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, ആ വചനം പറയുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ യബ്തഗി അയാൾ തേടുന്നത് വജ്ഹല്ലാഹ് അല്ലാഹുവിന്റെ വജ്ഹിനെയാണ്. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ഉച്ചരിച്ച ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അയാളെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. നരകത്തിന് അയാളെ സ്പർശിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ നമ്മൾ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണെങ്കിലും ശരി, ഉത്ബാൻ ഇബ്നു മാലിക് അൽ അൻസ്വാരിയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇത്തരം ഈ ഹദീസുകളുടെ മഅനയിൽ ഉദ്ധരിക്കപ്പെടുന്ന മറ്റു റിവായത്തുകളാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരാൾ ഉച്ചരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, നരകത്തിന് അദ്ദേഹത്തെ അല്ലാഹു നിഷിദ്ധമാക്കി എന്ന് പെട്ടെന്നങ്ങ് മനസ്സിലാക്കി പോകും. അവിടെ ഒരു ചെറിയ അബദ്ധമുണ്ട്, ചെറുതല്ല, ഒരു വലിയ അബദ്ധമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അതുകൊണ്ടാണത് ഞാൻ കഴിഞ്ഞ ദർസിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഒന്നുകൂടി അത് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം അത് തലഫ്ഫുള് ചെയ്യുക, നാവ് കൊണ്ട് അത് പറയുക എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാവ് കൊണ്ട് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ ഫള് അദ്ദേഹത്തിന് ലഭിച്ചുകൊള്ളണമെന്നില്ല. കാരണം ഒന്നാമത്തെ ഹദീസിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഉബാദത്ത് ബിനു സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പറയുക എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഹദീസിൽ ഉപയോഗിച്ച പദം മൻ ഷഹീദ എന്നാണ്. ഒന്നാമത്തെ ഹദീസിൽ ഷഹീദ എന്ന് പറയുന്ന വാക്ക് അടിമരയിട്ട് മനസ്സിലാക്കുക തന്നെ വേണം. ഷഹാദത്ത് എന്ന് പറയുന്നത് ഒരാൾ തന്റെ മനസ്സിൽ ആ കാര്യം പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും, പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചാൽ ഷഹാദത്ത് ആകുന്നില്ല. ആ മനസ്സുകൊണ്ട് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച കാര്യം നാവുകൊണ്ട് അയാൾ പ്രഖ്യാപിക്കുകയും, മനസ്സറിഞ്ഞ് നാവുകൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കാര്യം തന്റെ പ്രവർത്തനങ്ങളിൽ, തന്റെ സമീപനങ്ങളിൽ അത് ശരിക്കും പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഷഹാദത്ത് പൂർത്തിയാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വചനം പൂർണ്ണ മനസ്സോടെ അത് അംഗീകരിച്ചിരിക്കണം. അത് മനസ്സിൽ ഒരാൾ സ്വകാര്യമായി അംഗീകരിച്ചു കൊണ്ടു നടന്നാൽ പോരാ, ആ കാര്യം അയാളുടെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക കൂടി വേണം.
മാത്രമല്ല മനസ്സറിഞ്ഞ് നാവുകൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആ കാര്യത്തിന്റെ ഹുഖൂഖുകൾ, ആ ഷഹാദത്തിന്റെ ഹുഖൂഖുകൾ അദ്ദേഹത്തിന്റെ ജവാരിഹുകളിൽ, അർക്കാനുകളിൽ അത് തെളിഞ്ഞു വരികയും വേണം. അപ്പോഴാണ് ഷഹാദത്ത് നടക്കുന്നത്. അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയാൽ എന്നാണ് അവിടെ ഷഹാദത്താണ്. രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞത് ഉത്ബാൻ ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ റിവായത്തിൽ മൻ ഖാല, അവിടെ ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. മൻ ഖാല, പറഞ്ഞ ഒരാളെ. അവിടെ ഖാല എന്ന് മാത്രമാണല്ലോ എന്ന് പെട്ടെന്നൊരാൾക്ക് തോന്നാം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പറഞ്ഞിരിക്കുന്നു. യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. രണ്ടാമത്തെ ഹദീസിൽ ഉബാദത്ത് ബിൻ സ്വാമിത്തിന്റെ ഹദീസ് കഴിഞ്ഞാൽ ഉത്ബാൻ ഇബ്നു മാലിക് അൽ അൻസാരി അദ്ദേഹത്തിന്റെ ഹദീസിൽ ഈ രണ്ട് വചനത്തിനും അടിവര ഇടുക തന്നെ വേണം. ഖാല യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, ഒരാളത് പറഞ്ഞു, നാവുകൊണ്ടത് ഉച്ചരിച്ചു. നാവുകൊണ്ട് ഉച്ചരിക്കുന്നതിൽ അത് പരിമിതപ്പെടുത്തിയില്ല. നാവുകൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഏതവസ്ഥയിലാകണം? യബ്തഗി, അയാൾ തേടിക്കൊണ്ടാകണം. അദ്ദേഹം തേടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് അദ്ദേഹം തേടുന്നത്? ഇത് പറയുമ്പോൾ എന്തിനു വേണ്ടി ഞാനിത് പറയുന്നു, ഞാനിത് പ്രഖ്യാപിക്കുന്നു? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് യബ്തഗി ബിദാലിക്, ആ വചനം പറയുമ്പോൾ അത് മുഖേന അയാൾ തേടുന്നത് വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹാണ്. അള്ളാഹുവിന്റെ വജ്ഹ് തേടുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഷഹാദ അതിനേക്കാളും മികച്ച ഒരവസ്ഥയാണ്. വജ്ഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. സിഫത്തുൻ ദാത്തിയ്യത്തുൻ ഖബരിയ്യ, അള്ളാഹുവിന് സത്താപരമായി അള്ളാഹ് തന്നെ വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് വജ്ഹ് എന്നുള്ളത്. വജ്ഹ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. അറബിയിൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വജ്ഹുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സൃഷ്ടികളിൽ ആരുടെയെങ്കിലും വജ്ഹുമായി താരതമ്യം ചെയ്യാൻ പാടില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല, അതുപോലെ തന്നെയാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ വജ്ഹിന്റെ രൂപം എങ്ങനെയാണ് എന്ന് മനസ്സിൽ നിരൂപിക്കുവാനോ നമ്മുടെ നാവ് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനോ പാടില്ലാത്തതുമാണ്. കാരണം അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടേതാണെങ്കിൽ അവരുടെ ജാരിഹ, അവരുടെ അവയവമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് അവയവം എന്ന് പറയാൻ നിവൃത്തിയില്ല, അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന് വജ്ഹുണ്ട്, എങ്ങനെ അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ എന്നുള്ള ചിന്തയും ചർച്ചയും നമ്മൾ നടത്തുന്നത് സലഫു സ്വാലിഹുകളുടെ മാതൃകക്ക് വിരുദ്ധമാണ്. സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വജ്ഹിനെ സംബന്ധിച്ച് എവിടെയൊക്കെ പറഞ്ഞോ ആ പറഞ്ഞിടത്ത് അള്ളാഹ്ക്ക് വജ്ഹുണ്ട് എന്ന് മാത്രം വിശ്വസിക്കുകയും അതിന്റെ രൂപം എങ്ങനെ എന്നതിനെക്കുറിച്ച് അവർ നിരൂപിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ മറ്റു വിധേനയോ അത് വിശദീകരിക്കുകയോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചോദ്യങ്ങളും നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആമന്ന വസല്ലംന വസദ്ദഖ്ന, ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളത് സത്യപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങളതിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഈമാൻ പ്രഖ്യാപിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ രൂപം നമുക്ക് പറഞ്ഞു തരാത്തത്? അല്ലാഹുവിനറിയാം. എന്തുകൊണ്ടാണ് അല്ലാഹു ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാത്തത്? അതിന്റെ കാരണം അല്ലാഹ്ക്കറിയാം.
അത് ഗ്രഹിക്കാൻ മാത്രം, അത് പ്രാപിക്കാൻ മാത്രം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിപരമായ ക്ഷമത നൽകിയിട്ടില്ല എന്ന കാര്യം അത് നമുക്കറിയാവുന്നതാണ്. അള്ളാഹുവിന്റെ വജ്ഹ് പോകട്ടെ, മനുഷ്യനെ കുറിച്ച് തന്നെ ബാധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ഭാവന കൊണ്ട് മനസ്സിലാക്കുവാനോ ഗ്രഹിച്ചെടുക്കുവാനോ കഴിയാത്ത ഒരുപാട് കാര്യം അള്ളാന്റെ സൃഷ്ടികളുടെ വിഷയത്തിൽ തന്നെയുണ്ട്. മരിച്ചു ചെന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത്, അവിടെ നിങ്ങൾക്ക് ലഭിക്കും മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്, വലാ ഉദ്ഹുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, വലാ ഖത്തറ അലാ ഖൽബി ബശർ, മനുഷ്യരിൽ ഒരാളുടെയും ഹൃദയത്തിൽ മനസ്സിൽ തോന്നിയിട്ടില്ലാത്തത്. നമ്മൾ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത് ഒന്നുകിൽ മുൻപ് നമ്മൾ കണ്ട ആ വസ്തുവിന്റെ ഇമേജ് നമ്മുടെ തലച്ചോറിലുണ്ട്, അതിനോടാണ് വസ്തുക്കളെ താരതമ്യം ചെയ്ത് നമ്മൾ ഗ്രഹിക്കുന്നത്. അതിനത് നമ്മൾ കണ്ടിട്ടില്ല, അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മുടെ തലച്ചോറിലില്ല. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കേട്ട ഒരു വസ്തുവാണെങ്കിൽ ആ ശബ്ദം ആലേഖനം ചെയ്യുന്ന ഒരു ഇമേജ് അത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകണം, അത് നമ്മൾ കേട്ടിട്ടുമില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബുദ്ധിപരമായി മാത്രം, ഭാവനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചിത്രങ്ങളായിരിക്കാം, ഭാവനാ ചിത്രങ്ങളായിരിക്കാം. അങ്ങനെ നമ്മുടെ ഭാവനയിൽ ഇതുവരെ ഉദയം ചെയ്തിട്ടില്ലാത്ത അതിനപ്പുറമുള്ള കാര്യങ്ങളുമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഭാവനയിൽ കൊണ്ടുവരിക, താരതമ്യം ചെയ്യുക? ഇതാണ് സ്വർഗത്തിൽ അള്ളാഹ് നമുക്കൊരുക്കി വെച്ച സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അത്രയും പരിമിതമാണ് നമ്മുടെ ബുദ്ധി. അള്ളാഹു നമുക്ക് ഏവർക്കും റൂഹ് നൽകി. ആ റൂഹിനെ സംബന്ധിച്ചിടത്തോളം യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. എന്നാൽ അവരോട് പറഞ്ഞേക്കുക, റൂഹ് എന്ന് പറയുന്നത് മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ അംറിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഇൽമിൽ നിന്ന് വളരെ തുച്ഛം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളുടെ റബ്ബിന്റെ അംറിൽപ്പെട്ടതാണ് എന്ന് മാത്രം മനസ്സിലാക്കാനല്ലാതെ മറ്റൊന്ന് നമ്മുടെ ആത്മാവിനെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങളും മില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് ഡോളറുകൾ പലതും പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുകയും അതുപോലെ തന്നെ റിസർച്ച് കമ്മ്യൂണിറ്റി അതിനുവേണ്ടി മെനഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് ചെയ്തു നോക്കട്ടെ, ഒരു പിടുത്തം കിട്ടൂല. കാരണം മനുഷ്യന്റെ ഗ്രാഹ്യശേഷിക്ക് അപ്പുറമാണ്. ഇതാണ് മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ ബുദ്ധിയുടെ പരിമിതി എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് നമുക്ക് അത് നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരാനും രൂപപ്പെടുത്താനും കഴിയില്ല. ഈ കാര്യം നമുക്ക് അനുഭവം കൊണ്ട് ബോധ്യമാണ്. ഏതാണെങ്കിലും അതിന്റെ കൈഫിയത്തുകൾ, ഇത്തരം സിഫാത്തുകളുടെ കൈഫിയ അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ലാത്ത നിലക്ക് അതിന്റെ കൈഫിയത്ത് മനസ്സുകൊണ്ട് നിരൂപിക്കാൻ ശ്രമിക്കുകയോ വാക്കുകൊണ്ടോ അല്ലാത്ത വിധേനയോ അതിനെക്കുറിച്ച് ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയോ അതിനെക്കുറിച്ച് ചോദ്യമുന്നയിക്കുകയോ അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയോ ചെയ്യാവതല്ല. അതിനെക്കുറിച്ച് ഈമാൻ വത്തസ്ദീഖ്, ഇതാണ് സലഫു സ്വാലിഹുകളുടെ നടപടി. അത് അവരെ പിന്തുടരുക. അതിലാണ് നമുക്ക് സലാമത്തുള്ളത്. അസ്ലം വാഹിക്കം, അതാണ് സുരക്ഷിതവും അതാണ് ഏറ്റവും യുക്തിഭദ്രവുമായിരിക്കുന്ന നിലപാട്. ഏതാണെങ്കിലും അള്ളാന്റെ വജ്ഹ് പരലോകത്ത് വെച്ച് നമ്മൾ കാണും എന്ന കാര്യം മുഅ്മിനീങ്ങളായ ആളുകൾ കാണും. അസല്ലാഹു അൻ യജ്അലനാ മിൻഹും, നമ്മൾ അതിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ കാര്യം ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ളതാണ്. അള്ളാഹ്ക്ക് വജ്ഹുണ്ട് എന്ന് സ്ഥിരീകരിച്ചതുപോലെ തന്നെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗസ്ഥരായ ആളുകളെ സ്വർഗത്തിൽ ഇരുത്തി അവർക്കുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി കൊടുത്തതിന് ശേഷം പിന്നീട് സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനീങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്ന കാര്യം, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത് ചോദിച്ചു കൊള്ളാനാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ പറഞ്ഞു, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ,
നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇനി യാതൊരു തരത്തിലുള്ള അല്ലലുകളും അലട്ടലുകളും ദുഃഖങ്ങളോ വിഷമങ്ങളോ പേടികളോ ഒന്നുമില്ല. പൂർണ്ണ നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്ക് ആ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും മാ യശാഊൻ, അവരിച്ഛിക്കുന്നതെന്തും. സ്വർഗസ്ഥരായ ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അത് മുഴുവനും അവർക്കവിടെ ലഭിച്ചിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു വലദൈനാ മസീദ്, അവർക്ക് അവരിച്ഛിക്കുന്നതെല്ലാം കൊടുക്കുന്നു. അതിന് പുറമെ വേറെയും കുറച്ച് കാര്യങ്ങൾ അധികമായി ബോണസായി നാം കൊടുക്കുക തന്നെ ചെയ്യും. അതെന്ത് എന്നുള്ളത് നമുക്ക് ഇച്ഛിക്കാൻ പോലും ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത നമ്മുടെ ആഗ്രഹത്തിന്റെയും ഇച്ഛകളുടെയും അപ്പുറത്തുള്ള സുഖസൗകര്യങ്ങളാണ് അള്ളാഹു നൽകുന്നത്. സ്വർഗസ്ഥരായ ആളുകളോട് ചോദിച്ചു കൊള്ളാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്. അപ്പൊ അവരെല്ലാവരും കൂടിയാലോചിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവേ, നിന്റെ റിള ഞങ്ങൾക്ക് നൽകണം, നിന്റെ തൃപ്തി അത് ഞങ്ങൾക്ക് ലഭിക്കണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഈ ആവശ്യമുന്നയിക്കുമ്പോൾ അവരോട് പറയുന്നു, അതെ, നിങ്ങളെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. നിങ്ങളെ ഞാൻ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? പ്രവേശിപ്പിച്ചു. ഇത് നിങ്ങൾക്ക് എന്റെ റിള ലഭിച്ചു എന്നതുകൊണ്ടല്ലേ? നിങ്ങളിൽ എന്റെ റിള ഉണ്ടായിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നൽകി കിട്ടിക്കഴിഞ്ഞ കാര്യം പിന്നെ ചോദിക്കുന്നതിൽ പിന്നെ അത് ചോദിക്കേണ്ട കാര്യമില്ല. അതിനപ്പുറമുള്ള കാര്യം ചോദിച്ചു കൊള്ളാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അങ്ങനെ സ്വർഗസ്ഥരായ ആളുകൾ വീണ്ടും ആലോചിച്ച് അള്ളാഹുവിനോട് അവരാവശ്യപ്പെടുന്നത്, അള്ളാഹുവേ, നിന്റെ വജ്ഹ് അതൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. അള്ളാന്റെ വജ്ഹ് കാണാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കൊടുക്കണം. ഇതാണ് സ്വർഗസ്ഥരായ ആളുകളുടെ ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം, അവന്റെ വജ്ഹ്, അത് സൃഷ്ടികളിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. ഹിജാബുഹുന്നൂർ, ഹിജാബുഹുന്നൂർ, അവന്റെ ഹിജാബ് മറ, അവൻ സ്വീകരിച്ചിരിക്കുന്ന മറ പ്രകാശത്തിന്റെ മറയാണ്. ആ പ്രകാശത്തിന്റെ മറ അള്ളാഹു നീക്കിക്കളഞ്ഞാൽ ലൗ കശഫഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തിന്റെ മറ അവന്റെ വജ്ഹിൽ നിന്നും നീക്കിക്കഴിയുകയാണെങ്കിൽ അവന്റെ വജ്ഹിൽ നിന്നുണ്ടാകുന്ന സുബ്ഹാത്തുകൾ, അവന്റെ വജ്ഹിൽ നിന്ന് ഉണ്ടാകുന്ന സുബ്ഹാത്തുകൾ അത് എല്ലാറ്റിനെയും കരിച്ചു കളയും. മംതദ്ദ ഇലൈഹി ബസറു, അവന്റെ ബസർ, അവന്റെ ദൃഷ്ടിയെത്തുന്നിടത്തുള്ള എല്ലാറ്റിനെയും കരിച്ചു കളയും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ വെച്ച് ഒരാൾക്കും അള്ളാന്റെ വജ്ഹ് കാണുക സാധ്യമല്ല. ഹിജാബുഹുന്നൂർ, വജ്ഹിന്റെ ഹിജാബ്, മുഖത്തിന്റെ മറ, അത് നൂർ, പ്രകാശത്തിന്റെ മറയാണ്. ആ പ്രകാശത്തിൻ്റെതായ മറ അള്ളാഹു നീക്കിക്കൊടുക്കുകയാണെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് അവന്റെ വജ്ഹിൽ നിന്നുണ്ടാകുന്ന സുബ്ഹാത്തുകൾ അത് എല്ലാറ്റിനെയും കരിച്ചു കളയും. മംസദ്ദ ഇലൈഹി ബസറു, അവന്റെ ബസറെത്തുന്ന, അവന്റെ ബസർ, അവന്റെ ദൃഷ്ടിയെത്തുന്നിടത്തുള്ള എല്ലാറ്റിനെയും അത് കരിച്ചു കളയും. അങ്ങനെയാണ് അള്ളാഹു അവന്റെ വജ്ഹിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വജ്ഹ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ സൗഭാഗ്യത്തോടെ, പൂർണ്ണമായ ആഹ്ലാദത്തോടു കൂടി നോക്കിക്കാണുവാനുള്ള സൗകര്യം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, ഹദീസുകളിൽ പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് وجوه يومئذ ناظرة إلى ربها ناظرة. വുജൂഹുൻ, എല്ലാ മുഖങ്ങളുമല്ല, ചില മുഖങ്ങൾ, മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകൾ അവരുടെ മുഖങ്ങൾ. യൗമഇദിൻ നാളിറ, അന്നേ ദിവസം പ്രസന്നമായിരിക്കും, ശോഭിച്ചുകൊണ്ടിരിക്കും. ഇലാ റബ്ബിഹാ നാളിറ, കാരണം
ആ മുഖം അഥവാ ആ മുഖത്തിന്റെ ഉടമകൾ മനുഷ്യർ, ആ മുഅ്മിനുകൾ, അവര് ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക്, അവരുടെ റബ്ബിന്റെ വജ്ഹിലേക്ക് നോക്കുകയാകുന്നു. അള്ളാന്റെ വജ്ഹ് കാണാൻ ഉള്ള അത്യപാരമായ ആ സൗഭാഗ്യം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ മുഖം അന്ന് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെയും സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മഹ്ജൂബൂൻ, കാഫിരീങ്ങളായ ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ വജ്ഹ് കാണാൻ പറ്റാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിടും. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ വജ്ഹ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. മൂന്നാമതൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഈ ദുനിയാവിൽ ഇസ്ലാമും ഈമാനും ഇഹ്സാനും പൂർത്തീകരിച്ച ആളുകൾ, അവർക്ക് ഈ ദുനിയാവിൽ തന്നെ അല്ലാഹ് പ്രതിഫലത്തിൽ നിന്നൊരു ജുസ്ഉ, ഒരു ഭാഗം നൽകും. അത് ചെറിയൊരംശം മാത്രമാണ്. പരലോകത്താണ് അവരുടെ പ്രതിഫലം പൂർണ്ണമായിട്ട് അവർക്ക് നൽകുന്നത്. പരലോകത്തുള്ള പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഹുസ്ന, ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കും. വസിയാദ, ആ പ്രതിഫലത്തിന്റെ പുറമെ അള്ളാഹു അവർക്ക് അധികം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ സിയാദത്ത് എന്താണ്? ബോണസ് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ സിയാദത്ത് വിശദീകരിച്ചു, അന്നളറു ഇലാ വജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കാനുള്ള, അവന്റെ വജ്ഹ് കാണാനുള്ള ആ മഹാഭാഗ്യമാണത്. ഇങ്ങനെ 2-3 സന്ദർഭങ്ങളിൽ മുഅ്മിനീങ്ങൾ അള്ളാന്റെ വജ്ഹ് കാണുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹ് വ്യക്തമായും വ്യംഗ്യമായും പറഞ്ഞു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു രാവിൽ സഹാബത്തിനെ ആ ചന്ദ്രനിലേക്ക് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു. നിങ്ങൾ ആ പൂർണ്ണചന്ദ്രനെ നോക്കിക്കാണുന്നില്ലേ? കാണുന്നുണ്ട്. ആർക്കെങ്കിലും ആ ചന്ദ്രനെ നോക്കിക്കാണുന്നതിൽ തടസ്സമുണ്ടോ? കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഇല്ല. എങ്കിൽ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ബദർ ലാ തുളാമൂന ഫീ റുയതിഹി, ലാ തുളാമൂന ബിദൂനി തശ്ദീദ് വബിത്തശ്ദീദ്. 2 രൂപത്തിലും അത് വായിക്കാം, 2 രൂപത്തിലും വ്യാഖ്യാനമുണ്ട്. ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. കമാ തറൗന ഹാദൽ ബദർ, ഈ ബദറിനെ നിങ്ങൾ കാണുന്ന കാഴ്ച പോലത്തെ കാഴ്ച. ലാ തുളാമൂന ഫീ റുയതിഹി, അള്ളാഹുവിനെ കാണാൻ, അവന്റെ വജ്ഹ് കാണാൻ, നിങ്ങൾ വജ്ഹ് കാണുമ്പോൾ നിങ്ങൾക്ക് യാതൊരു സഹ്മത്തും, യാതൊരു തരത്തിലുള്ള തിരക്കും അനുഭവിക്കില്ല. ഒരാളുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് തിരക്കൊണ്ട് കാണാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമല്ല. ഒരാളും ഒരു അന്യായത്തിന്, ഒരു തിരക്കിന്, ഒരു പ്രയാസത്തിന് വിധേയമാകാതെ പൂർണ്ണ സൗകര്യത്തോടു കൂടി, പൂർണ്ണ സന്തോഷത്തോടു കൂടി, നിറകണ്ണുകളോടുകൂടി നിങ്ങൾ ഈ ചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഉപമ തെറ്റിദ്ധരിക്കരുത്. റുഇയത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. മറ്റു ഉപമകൾ അവിടെ ഇല്ല എന്നത് അതിന്റെ തശ്ബീഹ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇങ്ങനെ വജ്ഹ് കാണണം. അള്ളാന്റെ വജ്ഹ്, അള്ളാഹ് ഇഷ്ടപ്പെട്ട അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്. ആ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് തേടിക്കൊണ്ട്, അപ്പൊ മനസ്സുകൊണ്ട് തേടുന്നു, അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. മനസ്സ് നിറഞ്ഞു എന്നിട്ട് നാവുകൊണ്ട് പ്രഖ്യാപിച്ച് ആരുടെ മുന്നിലും മറച്ചുവെക്കാതെ പ്രഖ്യാപിച്ച ഒരാൾ അയാളുടെ കർമ്മങ്ങളിൽ, അയാളുടെ പ്രവർത്തനങ്ങളിൽ, അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നിലപാടുകളിൽ അതിനനുസരിച്ച് അയാൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാൾ, അയാളെയാണ് അള്ളാഹു നരകത്തിനുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അപ്പൊ കാല എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന് പറയും. 2 ഹദീസും, ആദ്യത്തേതിൽ ഷഹീദ എന്നുള്ളതാണ്, രണ്ടാമത്തേതിൽ ഖാലയാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ തൊട്ടുടക എന്ത് പറഞ്ഞു? യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വെറുതെ നാവ് കൊണ്ട് തലഫ്ഫുള് ചെയ്താൽ നരകത്തിനുമേൽ അള്ളാഹു അയാളെ നരകത്തിന് നിഷിദ്ധമാക്കി എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. വെറുതെ നാവുകൊണ്ടാണ് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ഫളലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒരു അത് അയാൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ
നരകത്തിന് അയാളെ അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടില്ല, അയാൾ നരകത്തിൽ പോകാം. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലെങ്കിൽ ഷഹാദത്തിന്റെ പറച്ചിലാണ്, അല്ലെങ്കിൽ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹുവിന്റെ പറച്ചിലാണ്. അത് പറയുന്നത് മനസ്സ് നിറഞ്ഞതിന് ശേഷമുള്ള പ്രഖ്യാപനമാണ്. അത് മനസ്സിലും നാവിലും നിറഞ്ഞത് അയാളുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നിഴലിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹുഖൂഖുകൾ പൂർത്തീകരിക്കുന്നതും അതിന്റെ മുക്കമ്മിലാത്തുകൾ അയാൾ അനുഷ്ഠിക്കുന്നതുമായ പറച്ചിലാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാമാ കാന മിനൽ അമൽ, അയാളിൽ നിന്ന് സംഭവിച്ചു പോയിരിക്കുന്ന പ്രവർത്തനം, ആ അയാൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ എത്ര ചുരുങ്ങിയാലും അയാൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എത്ര വർദ്ധിച്ചാലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ആ തെറ്റുകൾ പുറത്തു കൊടുത്തും അയാളുടെ നന്മകളെ അധികരിപ്പിച്ചും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് അദ്ദേഹം യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന രൂപത്തിലാണ് പറഞ്ഞതെങ്കിൽ, വെറും പറച്ചിലല്ലെങ്കിൽ നരകത്തിന് അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇത്രയും ക്ലിയറായി പറഞ്ഞാലും അതിലധികം എങ്ങനെ പറയാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. കുറച്ച് ആളുകളെങ്കിലും ഒരുപക്ഷെ നേരെ മുന്നിലിരുന്ന് കേൾക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റു മീഡിയയിലൂടെ കേൾക്കുന്നവരാകാം, അവരവസാനം എത്തിപ്പെടുക ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നരകത്തിന് അയാളെ അല്ലാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളിടത്ത് നമ്മളെത്തും. അങ്ങനെ എത്തേണ്ടതില്ല. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. വെറും പറച്ചിലല്ല എന്നുള്ളത് വീണ്ടും അടിവരട്ടി ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദർശനം പറഞ്ഞു, ശരി, അത് ഞാനിവിടെ വിശദീകരിച്ചു. ഇവിടെ ഇത്ബാൻ ഇബ്നു മാലിക് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽ ഖാല പറഞ്ഞപ്പോ തുടർച്ചയായി പറഞ്ഞു യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ഒരാളുടെ ഷഹാദത്താണെങ്കിൽ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് ആണെങ്കിൽ, പിന്നെ അയാളിൽ നിന്ന് സംഭവിച്ചു പോയിരിക്കുന്ന തെറ്റുകൾ, മനുഷ്യനാണ് കുറെ തെറ്റുകൾ ഉണ്ടാകും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് കൊണ്ട് അയാൾക്ക് പുറത്തങ്ങോട്ട് കൊടുക്കും. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരിയായ ഷഹാദത്താണെങ്കിൽ, വെറും പറച്ചിലല്ല, ഷഹാദത്താണെങ്കിൽ, അയാളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങളിൽ കുറച്ച് കുറവുകൾ സംഭവിച്ചാൽ, അയാൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് നടത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഫദ്ല് കൊണ്ട്, മികവ് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹു അത് പരിഹരിച്ച് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഷഹാദത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന അവസ്ഥയിലാണ് പറഞ്ഞതെങ്കിൽ, ആ മുവഹിദായ മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ അല്ലാഹ് പുറത്തു കൊടുക്കും. ആ മുവഹിദായ മനുഷ്യന്റെ അടുക്കൽ നന്മകളിൽ, അയാൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ചില കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹ് അത് പരിഹരിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹ് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നരകത്തിന് അല്ലാഹു അയാളെ നിഷിദ്ധമാക്കുകയും ചെയ്യും. ഇതാണ് സത്യം. ആളുകൾ അതെന്ത് ചെയ്യും? പെട്ടെന്ന് കയറിപ്പിടിക്കും. കാരണം നേരെ സ്വർഗത്ത് കയറാൻ ചില ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ സ്വർഗത്ത് കയറാൻ നിങ്ങൾ വിചാരിക്കേണ്ട. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الله الذين صدقوا وليعلمن الكاذبين. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. ആമന്ന എന്ന് പറഞ്ഞാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്തിട്ടേ അല്ലാഹ് കേറ്റേണ്ട ആളെ കേറ്റേണ്ട അടുത്ത് കയറ്റുള്ളൂ. നരകത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ നരകത്തിൽ അയാൾ പ്രവേശിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അയാൾ ഇൽഹാർ ചെയ്യണം. അതയാൾ പ്രകടിപ്പിക്കുന്നതാണ്. അതിനാണ് ജീവിതം. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുവെങ്കിൽ അത് ആദിയായ ഇൽമിൽ അയാൾ സ്വർഗത്തിലേക്കുള്ളവനാണെന്ന് എഴുതപ്പെട്ടതാണ്. ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതും അത് അല്ലാഹ് പിന്നീട് അവന്റെ ലൗഹിൽ എഴുതിയതുമാണ്. പക്ഷെ അതനുസരിച്ച് സ്വർഗത്തുക്കും നരകത്തുക്കും ആക്കിയ പോരെ, അല്ല, അത് ഇൽഹാർ ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി അല്ലാഹ് പരീക്ഷിക്കും. പരീക്ഷിച്ചിട്ട് സ്വർഗത്ത് പോകേണ്ട ആള് സ്വർഗത്തിന് വേണ്ട അമലുകൾ ചെയ്ത് ഇൽഹാർ ചെയ്യണം. ആ അമലുകൾ ഇൽഹാർ ചെയ്യണം.
നരകത്തിൽ പോകേണ്ട ആള് നരകത്തിൽ പോകാൻ വേണ്ട മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് ആ പ്രവർത്തനങ്ങളെ ഇൽഹാർ ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ആ ഹദീസ് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്ത ഹദീസ് ലഫ്ള് ഒന്നും കൂടെ നോക്കുക. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞു ഉദ്ധരിക്കുന്നത് ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഹറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അലന്നാർ, നരകത്തിനുമേൽ, നരകത്തിന് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, മൻ, ഒരാളെ, അയാളുടെ പ്രത്യേകത ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം ഷഹാദത്ത് പ്രഖ്യാപിച്ച ആളാണ്. അത് വെറുതെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് തേടിക്കൊണ്ട്. യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്. ഇനി അടുത്തത് വഅൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു عن رسول الله صلى الله عليه وسلم قال لا إله إلا الله ഇത്രമേൽ മികവുണ്ട്. അത് ഷഹാദത്ത് നടത്തിയാൽ അതിന്റെ ഹുഖൂഖുകൾ പൂർത്തീകരിച്ച് അള്ളാന്റെ വജ്ഹ് തേടിക്കൊണ്ട് അത് ഒരാൾ പ്രഖ്യാപിച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട്, നരകത്തിനുമേൽ അള്ളാഹു അയാളെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഈ ഫള് പല സന്ദർഭങ്ങളിലും അമ്പിയാക്കന്മാർക്ക് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ഫള് അല്ലാഹ് തന്നെ ഉണർത്തിയിട്ടുള്ളതും ഉണർത്തേണ്ടി വന്നിട്ടുള്ളതുമാണ്. എന്നിട്ടല്ലേ നമ്മൾ അപ്പോ ഫമ അഹ്വജനാ ഇലാ തൻബീഹി ഹാദൽ ഹഖ്, ഈ സത്യം എത്ര അധികം നമ്മോട് ഉണർത്തണം. നബിമാർക്ക് അത് അല്ലാഹ് ഉണർത്തേണ്ടി വന്നിട്ടുണ്ട്. ഹദീസ് നോക്കൂ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൂസ അലൈഹിസ്സലാം, കലീമുല്ലാഹ്, മൂസ അലൈഹിസ്സലാം പറയുകയുണ്ടായി, യാ റബ്ബി അല്ലിംനി ഷൈഅൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് പറഞ്ഞ വാക്കുകളാണ്, അവിടുത്തെ ദുആയാണ്. എന്താണ് മൂസ അലൈഹിസ്സലാമിന്റെ ദുആ? അല്ലിംനി യാ റബ്ബി, എന്റെ റബ്ബേ, അല്ലിംനി, എനിക്ക് നീ പഠിപ്പിച്ചു തരണം, ഷൈഅൻ, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വചനം, ആ വചനം അൽഖുറുക, എനിക്ക് നിന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ, അവനെ സ്മരിക്കാൻ, അവനെ ഓർക്കാൻ, അവനെ കുറിച്ചുള്ള ദിക്ർ നാവ് കൊണ്ട് പറയാൻ ഒരു ദിക്റിന്റെ വചനം റബ്ബേ എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. വഅദ്ഊക ബിഹ്, ആ വചനം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നിന്നോട് ദുആ നടത്തുകയും വേണം. നിന്നോട് ദുആ ചെയ്യാൻ, നിനക്ക് ദിക്ർ ചെയ്യാൻ ഒരു വചനം റബ്ബേ എനിക്ക് നീ പഠിപ്പിച്ചു തരണം. ഇതാണ് മൂസ അലൈഹിസ്സലാമിന്റെ അള്ളാഹുവിനോടുള്ള ദുആ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നമസ്കാരത്തിന്റെ മുമ്പും ശേഷം ബൈനൽ അദാനൈൻ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം, അത് മളിന്നത്തുൽ ഇജാബ, ഇജാബത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയങ്ങളിൽ ഒന്നായി പറയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ബാങ്ക് കഴിഞ്ഞ് ഇഖാമത്തിന്റെ ഇടയ്ക്ക് നമസ്കാരം കാത്തിരിക്കുന്ന ഒരാൾ നമസ്കാരത്തിൽ തന്നെയാണ്. പല ആളുകളും കയ്യൊക്കെ ഉയർത്തിയിട്ട് ദുആ ചെയ്യും. അത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം ദുബുറ സ്വലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധമായ നമസ്കാരങ്ങളുടെ ശേഷം, അത് മളിന്നത്തുൽ ഇജാബ, ഇജാബത്തുണ്ടാകുമെന്ന് കരുതാവുന്ന സമയമാണ്, കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ ജൗഫൽ ലൈൽ, രാത്രിയുടെ മധ്യയാമത്തിൽ, രാത്രിയുടെ മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് അവന്റെ നുസൂലുണ്ടാകുന്ന ആ അവസാനത്തെ സുലുസുൽ ലൈലിൽ ആഖിർ, അതിൽ ഒക്കെ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എന്തായിരിക്കും നമ്മുടെയൊക്കെ ദുആ? നമ്മുടെ ദുആകൾ ഒട്ടുമിക്കതും 90% എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മളെ ദുന്യാവിന്റെ സൗഖ്യമാണ് ചോദിക്കുക.
മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ദുആകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിന് നമുക്ക് മാതൃകണ്ട്, അതിനു വേണ്ടിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം എന്താ നോക്കൂ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, ഒരു വചനം, ഷൈഅൻ, എന്തെങ്കിലും ഒന്ന്, അഥവാ ഒരു വചനം. ആ വചനം കൊണ്ട് എനിക്ക് നിനക്ക് ദിക്ർ ചെയ്യാൻ പറ്റണം, എനിക്ക് നിന്നെ ദുആ ചെയ്യാൻ, നിന്നോട് ദുആ ചെയ്യാനും പറ്റണം. അതിനുള്ള ഉചിതമായ ഒരു വചനം റബ്ബേ എനിക്ക് നീ പഠിപ്പിച്ചു തരണം. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ല, ഖാൽ യാ റബ്ബി എന്ന് പറഞ്ഞതുകൊണ്ട് ലമീർ അങ്ങോട്ട് മടക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആരോടാണ് പറയുന്നത്? മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, അതുകൊണ്ട് തന്നെ അള്ളാഹ് മൂസാ നബിക്ക് ഉത്തരം കൊടുത്തു. ഖുൽ യാ മൂസ, പ്രവാചകനായ മൂസാ നബി അള്ളാഹ് വിളിച്ചുകൊണ്ട് പറയുന്നു, മൂസ നീ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വചനം പറയാൻ വേണ്ടി പറയുന്നു. ഖാൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, കുല്ലു ഇബാദിക്, നിന്റെ എല്ലാ അടിയാന്മാരും, കുല്ലു ഇബാദിക്, നിന്റെ അടിയാന്മാര് എല്ലാവരും, യഖൂലൂന ഹാദാ, യഖൂലൂന ഹാദാ, ഈ വചനം പറയുന്നുണ്ടല്ലോ, ഇത് പറയുന്നുണ്ടല്ലോ, നിന്റെ അടിയാറുകളെല്ലാം ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചിലർക്കൊരു സംശയം തോന്നും, ഇത് പറയാത്ത അടിമകളല്ലേ ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളത്? അപ്പൊ അങ്ങനെ അദ്ദേഹം കരുതിയിട്ട് മനസ്സിന് സംശയം വെച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ചോദ്യം കിട്ടി എഴുതി ഒന്നും വേണ്ട. ഉബൂദിയ്യത്തിന് 3 മർഹല, 3 മർത്തബകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഉബൂദിയ്യത്തുൻ ആമ്മ, അതിൽ മുസ്ലിമും കാഫിറും ഒക്കെ പെടും. രണ്ടാമത്തത് ഉബൂദിയ്യത്തുൻ ഖാസ്സ, അഥവാ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, അവരാണ്, ആ ഇബാദുകളാണ് ഉദ്ദേശിക്കുന്നത്. ഉബൂദിയ്യത്തിന്റെ രണ്ടാമത്തെ മർത്തബയാണ് ഉദ്ദേശിക്കുന്നത്. നിനക്ക് വഴിപ്പെടുന്ന മുഅ്മിനീങ്ങളായ എല്ലാവരും ഇത് പറയുന്നുണ്ട്. ഈ ഭൂലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള അമ്പിയാക്കന്മാരെല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാർക്ക് ഉത്തരം ചെയ്തിട്ടുള്ള ഉമ്മത്തുൽ ഇജാബ, അവർക്ക് ഉത്തരം ചെയ്തിട്ടുള്ള അവരുടെ ഖൗമ്, അവരുടെ ജനത, അവര് മുഴുവനും ഇത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇബാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദ് അല്ലദീന ലഹും ഉബൂദിയ്യ ഖാസ്സ ബിൽ ഈമാനി ബില്ലാഹ് വ തൗഹീദിഹി, അല്ലാഹുവിലുള്ള ഈമാനും തൗഹീദും അത് സ്വീകരിച്ചിട്ടുള്ള ഉബൂദിയ്യ ഖാസ്സത്തുള്ള ആ അടിയാറുകൾ എല്ലാവരും പറഞ്ഞതാണ്. ഇത് യുഗാന്തരങ്ങളിൽ പറയപ്പെട്ടു പോന്ന വചനമാണ്. ഇത് പ്രവാചകന്മാരെല്ലാവരും തന്നെ ഉദ്ഘോഷിച്ചിട്ടുള്ള വചനമാണ്. അവരുടെ ഉമ്മത്തുൽ ഇജാബ, അവർക്ക് അവരുടെ പ്രബോധനത്തിന് ഉത്തരം ചെയ്ത ജനതകൾ മുഴുവനും അവര് വരിച്ച ആത്മാവ് കൊണ്ട് വരിച്ചെടുത്തിരിക്കുന്ന വചനമാണ്. ഇതിലൊട്ടും പുതുമയില്ലല്ലോ റബ്ബേ, പുതിയൊരു വചനമാണ് എനിക്ക് വേണ്ടത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ ഖാല യാ മൂസ. മൂസാ നബിയുടെ ഈ പരാമർശത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, യാ മൂസ, ഓ മൂസ, ലൗ അന്ന السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. 7 ആകാശങ്ങൾ ലൗ ആണെങ്കിൽ, അന്നസ്സമാവാതി അസ്സബ്അ 7 ആകാശങ്ങൾ, വആമിറഹുന്ന ആ 7 ആകാശങ്ങളിലുമുള്ള വസിക്കുന്ന ആളുകൾ, ആകാശവാസികൾ മുഴുക്കയും, ആമിർ ജംഉഹു ഉമ്മാർ, വസിക്കുന്ന ആളുകൾക്കാണ് പറയാ. ഭൂലോകവാസികൾ നമ്മളാണ് ഉമ്മാറുൽ അർള്. എന്നാൽ ആകാശമാണെങ്കിൽ ആകാശലോകത്തിന് അള്ളാഹു പ്രത്യേകം നിവാസികളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത്, ആകാശം അത് ഭാരം സഹിക്കാൻ കഴിയാതെ അതിങ്ങനെ ഞെരങ്ങി കരയുകയാണ്.
ആകാശം അങ്ങനെ ഭാരം വഹിക്കാൻ കഴിയാതെ കരയാൻ തീർത്തും അത് കടപ്പെട്ടതുമാണ്, തരപ്പെട്ടതുമാണ്. എന്തുകൊണ്ട്? അത്രമേൽ ഭാരം ആകാശത്തിനുണ്ട്, അത്രമേൽ നിവാസികളെ കൊണ്ട് അള്ളാഹു ആകാശത്തെ നിറച്ചിട്ടുണ്ട്. വമാ ഫീഹാ മൗദിഉ അർബഅതി അസ്വാബിഅ ഇല്ലാ വഫീഹി മലകുൻ സാജിദ് ഔ ഖായിം. 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലം ആകാശത്തിലുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് അള്ളാഹുവിന് വേണ്ടി അള്ളാഹിനെ തസ്ബീഹ് ചെയ്യുകയാണ്, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ മലക്കുകളെ കൊണ്ട്, ആകാശവാസികളെ കൊണ്ട് ആകാശം നിബിഡമാണ്, തിങ്ങി വിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ ആകാശം ഒന്നാമത്തെ ആകാശത്തെക്കാളും എത്രയോ വലുതാണ് രണ്ടാമത്തേത്, അതിലും വലുതാണ് മൂന്നാമത്തേത്. അങ്ങനെ 7 ആകാശങ്ങളും 7 ആകാശങ്ങളിലും തിങ്ങി വിങ്ങി നിൽക്കുന്ന അതിലെ നിവാസികളും മുഴുവൻ ഗൈരി, ഞാൻ മാത്രം, അല്ലാഹ് മാത്രം ഒഴിവ്, ബാക്കിയുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സൃഷ്ടികൾ മുഴുവനും. അള്ളാന്റെ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ സൃഷ്ടികൾ, അത് ഉപരിലോകത്തുള്ളവയാണ്. 7 ആകാശങ്ങളും അവയിലെ നിവാസികളുമാണ്. അതിനുശേഷം പിന്നെയുണ്ട് സൃഷ്ടി, അത് കീഴ്ലോകമാണ്. വൽ അർളീൻ, ഭൂമികളും. വൽ അർള് നല്ല പടം പറഞ്ഞത് അർളീൻ, ഭൂമികളും. ഫീ കിഫത്തിൻ, അർളീൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞു അസ്സബ്, 7 ഭൂമികളും. ഫീ കിഫത്തിൻ, ഒരു തട്ടിൽ വെച്ചു എങ്കിൽ. വാചകം നീണ്ടു പോരുകയാണ്. ലൗ ആണെങ്കിൽ 7 ആകാശങ്ങളും അവയിലുള്ള നിവാസികളും 7 ഭൂമികളും അള്ളാഹുവിനെ മാത്രം ഒഴിച്ചു നിർത്തുക, ഖാലിഖായ റബ്ബായ അള്ളാഹ് ഒഴികെ അവന്റെ മുഴു സൃഷ്ടികളും. അവന്റെ മുഴു സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ ഉപരിലോകത്തുള്ള സൃഷ്ടികളും അതുപോലെ തന്നെ കീഴ്ലോകത്ത് 7 ആകാശങ്ങളിലും അവയിലുള്ള നിവാസികളും അതുപോലെ തന്നെ 7 ഭൂമികളും, അതെല്ലാം അള്ളാഹ് ഒഴിച്ച് അവന്റെ സൃഷ്ടികളെ മുഴുവനും ഒരു തട്ടിൽ വെച്ചു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമ, ഈ ഷഹാദ, അത് ഫീ കിഫത്തിൻ, മറ്റൊരു തട്ടിലും വെച്ചാൽ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മാലത്, അത് കനം തൂങ്ങി ചായും. ഏതിനെയും കൊണ്ട്? മറ്റേ തട്ടിലുള്ള 7 ആകാശങ്ങളും അവയിലുള്ള നിവാസികളും അതുപോലെ തന്നെ 7 ഭൂമികളും. അത് ഒരു തട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തട്ടിനെ എല്ലാം തന്നെ ഉയർത്തിയിട്ട് അതിനേക്കാൾ കനം തൂങ്ങി ചായുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ വചനം വെച്ചിരിക്കുന്ന തട്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ മറുപടി. പിന്നെ വേറെ വചനം വേണോ? പിന്നെ മൂസാ നബി ചോദിക്കോ? ഇല്ല, കഴിഞ്ഞു. ഈ സംഭവം റവാഹു ഇബ്നു ഹിബ്ബാൻ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഹാക്കിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഹാക്കിം അത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹാക്കിം അതിന്റെ സനദിനെ കുറിച്ച് നടത്തിയിട്ടുള്ള നിരൂപണം ശരിയാണെന്ന് ഇമാം ലഹബി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈഹഖിയും ഇത് ഉദ്ധരിച്ചിരിക്കുന്നു അസ്മാഉ സിഫാത്തിൽ. അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈസമി അദ്ദേഹം മജ്മഉ സവായിദിൽ ഈ റിവായത്ത് അബൂ യഅലയിലേക്ക് ചേർത്താണ് പറഞ്ഞത്. വഖാല റിജാലുഹു വഉസ്ഖു അലാ ലഅഫിൻ ഫീഹിം, അതിന്റെ റിജാലുകളെല്ലാം തൗസീഖ് ചെയ്യപ്പെട്ടവരാണ്, ചില ലാഫുകൾ ചിലരെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും ഹദീസിൽ വളരെ ക്ലിയറാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യാൻ, അല്ലിംനി ഷൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി, നിനക്ക് ദിക്ർ ചൊല്ലാൻ, നിന്നോട് ദുആ ചെയ്യാൻ ഒരു വചനം എനിക്ക് പഠിപ്പിച്ചു തരണം. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം നിന്റെ കൈവശമുണ്ടല്ലോ, അത് തന്നെ നീ പറഞ്ഞേക്കൂ. അതാണ് അഫ്ളലുൽ ദിക്ർ അലൽ ഇസ്ലാം, അഫ്ളലുൽ ദിക്ർ അലൽ ഇസ്ലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ഫളല് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് വേണ്ടതുപോലെ ബോധ്യമില്ലാത്തത് കൊണ്ടോ മറ്റോ അള്ളാഹിനോട് പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, നിന്റെ ഇബാദുകൾ, നിന്നെ വിശ്വസിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളായ നിന്റെ ഇബാദുകളെല്ലാം പറയുന്ന വചനമാണിത്.
ഭൂലോകത്തേക്ക് വന്ന മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും ഉദ്ഘോഷിച്ച വചനമാണിത്. അവർക്കുത്തരം ചെയ്തിട്ടുള്ള ജനതകൾ മുഴുവനും അത് സ്വീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള വചനമാണിത്. നിന്റെ എല്ലാ അടിയാറുകളും റബ്ബേ ഇത് പറയുന്നുണ്ടല്ലോ. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഈ വചനത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു. ലൗ അന്നസ് സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർളീന സബ്അ ഫീ കിഫ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. 7 ആകാശങ്ങളും അവയിലുള്ള മുഴുനിവാസികളും 7 ഭൂമികളും ഞാനൊഴികെ മറ്റെല്ലാ സൃഷ്ടികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ തട്ടാണ് കനം തൂങ്ങുക. അവയെല്ലാം തന്നെ ഒന്നുമല്ലാതാക്കി ലാ ഇലാഹ ഇല്ലല്ലയുടെ തട്ട് കനം തൂങ്ങുക തന്നെ ചെയ്യും. ഇതാണ് പറഞ്ഞത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം. വലിത്തിർമിദി ഇമാം തിർമിദി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് റിവായത്ത് ചെയ്തപ്പോൾ വഹസ്സന അത് ഹസനാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അൻ അനസിൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തായിട്ട് അദ്ദേഹം പറയുന്നു, അഥവാ സഹാബി വര്യനായ അനസ് ബിൻ മാലിക് പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ ആ ഹദീസ് എന്തായിരിക്കും? ഹദീസുൻ ഖുദ്സി. ഖുദ്സ് എന്ന വാക്കിന്റെ അർത്ഥം അത്തുഹർ, വിശുദ്ധി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിശുദ്ധമായ ഹദീസ്. ഹദീസ് ഖുദ്സി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ബാക്കി ഹദീസുകളുമായി മറ്റ് ഹദീസുകളൊക്കെ അള്ളാഹു വഹയ്യായി കൊടുത്തത് തന്നെയാണ്. ഇതും അള്ളാഹു വഹയ്യായി കൊടുത്തതാണ്. മറ്റു ഹദീസുകൾ, സാധാരണ ഹദീസുകൾ, അതിന്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതിന്റെ മഅനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയ്യായി അറിയിച്ചിട്ടുള്ളത്. ഖുദ്സിയായ ഹദീസാണെങ്കിൽ അള്ളാഹുവിന്റേതാണ് വാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോട്ട് ചെയ്യുക മാത്രമാണ്, ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ അവക്കിടയിൽ ആ ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിൽ വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. എന്താണ് ഒന്നാമത്തെ വ്യത്യാസം? ഖുർആൻ എന്ന് പറയുന്നത് മുഅ്ജിസുൻ ബിലഫ്ളി വ മുതഅബ്ബദുൻ ബിതിലാവതിഹി. അതിന്റെ ലഫ്ളിന് ഇഅ്ജാസുണ്ട്. അതേപോലത്തെ വചനം ആർക്കുമേ കൊണ്ടുവരാൻ സാധ്യമല്ല. വലൗ കാന ബഅ്ളുഹും ലിബഅ്ളിൻ ളഹീറ. ജിന്നും ഇൻസും ഒത്തൊരുമിച്ചാൽ പോലും ആ ഖുർആൻ പോലുള്ള ഒരു ഖുർആൻ, അതിലെ 10 അധ്യായം പോലുള്ള അധ്യായങ്ങൾ, അല്ലെങ്കിൽ അതിലെ ഒരു അധ്യായത്തിന് സമമായ ഒരു ചെറിയ അധ്യായം അതെങ്കിലും കൊണ്ടുവരാൻ അവർ ശ്രമിച്ചാൽ ഒരിക്കലും അവർക്കതിന് സാധ്യമല്ല. അതിന് മാത്രം ഇഅ്ജാസുള്ള അള്ളാഹുവിന്റെ കലിമ, അള്ളാന്റെ കലാമാണ് ഖുർആൻ. അത് മുഅ്ജിസും ബിലഫ്ളി വ മുതഅബ്ബദുൻ ബിതിലാവതിഹി. എന്നാൽ അങ്ങനെയല്ല ഖുദ്സിയായ ഹദീസ്. ഖുദ്സിയായ ഹദീസ് അതിന്റെ ലഫ്ളിന് ഇഅ്ജാസ് ഇല്ല. ഖുർആൻ നമ്മൾ പാരായണം ചെയ്താൽ, അതിന്റെ ലഫ്ള് പാരായണം ചെയ്താൽ അതിന്റെ പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും പ്രതിഫലമാണ്. അലിഫ് ഒരക്ഷരമായിട്ടും ലാം ഒരക്ഷരമായിട്ടും മീം ഒരക്ഷരമായിട്ടും നിങ്ങൾ പരിഗണിച്ചുകൊള്ളുക. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലവും ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയതാണ്. ഇങ്ങനെ തിലാവത്ത് നടത്താ, അത് ഇബാദത്താണ്, അതിന്റെ പ്രതിഫലമുണ്ട്. മുതഅബ്ബദുൻ ബിതിലാവത്തിഹി. അങ്ങനെ ലഫ്ള് ഉച്ചരിച്ച് പാരായണം ചെയ്തിട്ട് അതുകൊണ്ട് തഅബ്ബുദ് നടത്താവുന്നതല്ല എന്ന് ഖുദ്സിയായ ഹദീസ്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം, ഖുർആനാണെങ്കിൽ മുഅ്ജിസുൻ ബിലഫ്ളിഹി വ മുതഅബ്ബദുൻ ബിതിലാവത്തിഹി വൽ ഹദീസുൽ ഖുദ്സിയ്യു ലൈസ കദാലിക്. രണ്ടാമത്തെ വ്യത്യാസം എന്താണ്? രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ, ലാ യജൂസു തിലാവത്തുഹാ ബിൽ മഅന.
ലാ യജൂസു തിലാവത്തുഹാ വഖിറാഅത്തുഹാ ബിൽ മഅന. ഖുർആൻ അതിന്റെ മഅന മാത്രം എടുത്തുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യുവാനോ ഖിറാഅത്ത് നടത്തുവാനോ വായിക്കാനോ പാടില്ലാത്തതാണ്. ആ ലഫ്ളിൽ തന്നെ വായിക്കണം. ഒരാള് ഞാൻ ഖുർആന്റെ ആശയത്തിലാണ് എനിക്ക് ഉദ്ധരിച്ചതെന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ വാക്കുകളൊക്കെ മാറ്റി മൂപ്പര വാക്കാക്കിയിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ കലാമിൽ തഹരീഫ് നടത്തി എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഖുദ്സിയായ ഹദീസുകൾ വയജൂസു റിവായത്തുഹാ വഖിറാഅത്തുഹാ ബിൽ മഅന. ഖുദ്സിയായ ഹദീസ് യജൂസു പറ്റും, റിവായത്തുഹാ റിപ്പോർട്ട് ചെയ്യുന്നതും വഖിറാഅത്തുഹാ വായിച്ചു കൊടുക്കുന്നതും ബിൽ മഅന മഅനയുണ്ട്. അങ്ങനെ ആയാൽ ഒരാൾ കുറ്റക്കാരനൊന്നുമല്ല. ഇതിലൊരു ലഫ്ള് മാറിയാൽ കുറ്റക്കാരനൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഖുദ്സിയായ ഹദീസുകളുടെ റിവായത്തുകൾ പരിശോധിക്കുമ്പോൾ റുവാത്തുകൾക്കിടയിൽ റിപ്പോർട്ടുമാര് പദങ്ങളിൽ ചില വ്യത്യാസങ്ങൾ അവരിൽ നമ്മൾ കണ്ടുവരുന്ന അതുകൊണ്ടാണ്. ഒരു പ്രശ്നമല്ല, അവർ കുറ്റക്കാരല്ല. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. ഏത് സഹാബി എങ്ങനെയൊക്കെ റിവായത്ത് ചെയ്താലും വിശുദ്ധ ഖുർആൻ അത് അല്ലാഹ് ഇറക്കിയ അതേ വാക്കിനെ ഉദ്ധരിക്കുള്ളൂ, അല്ലാതെ പറ്റില്ല. അല്ലാതെ അള്ളാന്റെ ലഫ്ള് മാറ്റി സഹാബി അത് റിവായത്ത് ചെയ്തപ്പോഴും ഖിറാഅത്ത് നടത്തിയപ്പോഴും വേറെ വാക്ക് വെക്കുക എന്നത് പാടില്ലാത്തതും സംഭവിച്ചിട്ടില്ലാത്തതുമാണ്. ഒന്നത് പാടില്ല, രണ്ട് സംഭവിച്ചിട്ടുമില്ല. ഖുദ്സിയായ ഹദീസിലാണെങ്കിൽ അത് പാടുള്ളതാണ്, അത് സംഭവിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുദ്സിയായ ഹദീസുകളുടെ റിവായത്തുകളിൽ ഇഖ്തിലാഫുൽ അൽഫാൽ പദങ്ങളിൽ മാറ്റങ്ങൾ കാണുന്നത്. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഇപ്പൊ രണ്ടെണ്ണായി. മൂന്നാമത്തേത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽ ഖുർആനു കുല്ലുഹു സഹീഹുൻ തവാതുറൻ ലഫ്ളിയൻ വമഅനവിയൻ. അൽ ഖുർആൻ കുല്ലുഹു സഹീഹ്. ഖുർആൻ മുഴുവനും സഹീഹാണ്. ഏത് രൂപത്തിൽ സഹീഹാണ്? മുതവാതിറൻ തവാതുറൻ ലഫ്ളിയൻ വമഅനവിയൻ. അത് മുത്തവാത്തിറായ നിലയ്ക്ക് റിവായത്ത് ചെയ്തു വന്നിട്ടുള്ളതാണ്. അത് ലഫ്ളുകൊണ്ടും മഅനോണ്ടും. ഖുർആൻ മുഴുവനും സഹീഹാണ്. അത് സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിയധിഷ്ഠിതമായ രൂപത്തിലുള്ള റിവായത്തിലൂടെ സഹീഹായി വന്നതല്ല, മുത്തവാത്തിറായ നിലക്ക് വന്നിട്ടുള്ളതാണ്. തവാത്തിർ ലഫ്ളുണ്ട്, തവാത്തിർ മഅനവിണ്ട്. അത് ആ മുസ്തലഹ് ഇസ്തിലാഹു അഹ്ലുൽ ഹദീസ് അത് പഠിക്കുന്ന ആളുകൾ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നതാണ്. അത് ബസ് ചെയ്യാവുന്ന ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഖുദ്സിയായ ഹദീസ് അങ്ങനെയല്ല. ഖുദ്സിയായ ഹദീസിൽ മുതവാത്തിർ ഉണ്ടാകും, സഹീഹ് ഉണ്ടാകും, സഹീഹ് അല്ലാത്തതുണ്ടാകും, ലഈഫ് ഉണ്ടാകും. ബൽ വൽ മൗളൂആയ ഹദീസ് പോലും ഖുദ്സിയായ ഹദീസുകളുടെ കൂട്ടത്തിൽ മൗളൂഅ് പോലും ചിലർ കടത്തി കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഖുർആനില് ഏതെങ്കിലും ഒരായത്ത് ഖബറാഹാദിന്റെ അടിസ്ഥാനത്തിൽ സഹീഹായത് പോലും കാണൂല, മുതവാത്തിറായ നിലക്ക് സഹീഹായതാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മൂന്നെണ്ണം. അത് ഇനി വേറൊരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, പിന്നെ ഞാനത് ആവർത്തിക്കാൻ പോകുന്നില്ല. ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന്, ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഅ്ജിസുൻ ബിലഫ്ളിഹി വമുതഅബ്ബദുൻ ബിതിലാവത്തിഹി വലൈസൽ ഹദീസുൽ ഖുദ്സിയ്യു കദാലിക. രണ്ടാമത്തേത് ഖുർആനാണെങ്കിൽ ലാ യജൂസു തിലാവത്തുഹാ വരിവായത്തുഹാ ബിൽ മഅന. ഖുർആൻ മഅന കൊണ്ട് റിവായത്ത് ചെയ്യാനോ അല്ലെങ്കിൽ തിലാവത്ത് നടത്താനോ പാരായണം ചെയ്യാനോ പാടില്ലാത്തതാണ്. ഹദീസ് ഖുദ്സി അങ്ങനെയല്ല. വയജൂസു ഖിറാഅത്തുഹാ വരിവായത്തുഹാ ബിൽ മഅന. അതുകൊണ്ട് തന്നെയാണ് ഇഖ്തലഫത്ത് ഫീ ബഅദ് അൽഫാദിഹാ. റുവാത്തുകൾ റിവായത്ത് ചെയ്ത സന്ദർഭത്തിൽ അതിന്റെ അൽഫാദുകളിൽ മാറ്റം വന്നത്. മൂന്നാമത്തെ വ്യത്യാസം ഖുർആൻ കുല്ലുഹു സഹീഹുൻ മുതവാതിറുൻ തവാതുറൻ ലഫ്ളിയൻ വമഅനവിയൻ. എന്നാൽ ഖുർആൻ മുഴുവനും സഹീഹാണ്, അത് മുതവാത്തിറായ നിലക്ക് തന്നെ തവാത്തുർ ലഫ്ളി വ മഅനവി. വലൈസൽ ഹദീസുൽ ഖുദ്സി കദാലിക്. ഹദീസ് ഖുദ്സിയിൽ മുതവാത്തിർ ഉണ്ടാകാം, സഹീഹ് ഉണ്ട്, ലഈഫ് ഉണ്ട്, ബൽ അൽ മൗളൂഅ് നിലയിലുണ്ട്.
ഇവിടെ പറയുന്ന ഈ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ മുഹമ്മദ് നബി ഉദ്ധരിച്ചു തരികയാണ് ചെയ്യുന്നത്. യബ്ന ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏ മനുഷ്യപുത്ര, ആദമിന്റെ മകനെ. എന്താ പറയുന്നത്? ലൗ അതൈതനി, നീ എന്റെ അടുക്കൽ വന്നു. അള്ളാഹിന്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്തെ ജീവിതം കഴിഞ്ഞ് ബർസഖും കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല നശ്റും ഹശ്റും നടത്തി അവന്റെ മുമ്പാകെ ഒരുമിച്ച് കൂട്ടുന്ന ആ സന്ദർഭത്തിൽ ആ ഹിസാബിന്റെ വേദിയിൽ അള്ളാഹിന്റെ മുമ്പാകെ നീ വന്നു. എങ്ങനെയാണ് നീ വരുന്നത്? ബി അതാബി, ഇതുമായിട്ടാണ് വരുന്നത്. എന്താണ് നീ വരുമ്പോഴത്? ഖുറാബിൽ അർളി ഖസായ. ഖുറാബ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എന്നർത്ഥം വരും, അല്ലെങ്കിൽ നിറച്ച് എന്നർത്ഥം വരും. നീ വരുന്നത് ബി ഖുറാബിൽ അർളി ഖസായ, ഐ മാ യുഖാരിബുഹാ ഇമ്മാ മിൽഅൻ ഔ സിഖ്ലൻ ഔ ഹജ്മൻ. അതാണ് അതിന്റെ വ്യാഖ്യാനം പറയാം. ഖുറാബ് എന്ന് പറഞ്ഞാൽ മാ യുഖാരിബുഹ എന്നുള്ളതാണ്, ഏതാണ്ട്, അതിനടുത്ത. ഏതിനടുത്ത? ഖുറാബുൽ അർള്, ഒരു ഭൂമി, ഏതാണ്ട് ഒരു ഭൂമി നിറയെ. അത് ഭാരം കൊണ്ടാകാം, അല്ലെങ്കിൽ ഭൂമി നിറക്കുക എന്നുള്ള നിറയെ എന്നുള്ള അർത്ഥത്തിലാകാം, അല്ലെങ്കിൽ വലിപ്പത്തിലാകാം, ഭൂമിയോളം വലിപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു ഭൂമി നിറയെ, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഭാരത്തിൽ, അത്രത്തോളം എന്ന് പറയാനുള്ള ആ ഏതാണ്ട് എന്നുള്ളതിനാണ് ഖുറാബ്. ഒരു ഭൂമിയോളം. ഭൂമിയോളം എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലാകാം, ഭാരത്തിലാകാം, ഭൂമിയുടെ നിറവിലാകാം. അത്രയും ഖസായ, ഖസിയത്ത് ഖസായ, പാപങ്ങളുമായിട്ട് നീ എന്റെ അടുക്കൽ വന്നു. പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. സുമ്മ ലഖീതനി, അപ്പൊ ഭൂലോകത്ത് ജീവിച്ച കാലത്ത് മനുഷ്യ നീ ഖസിയത്തുകൾ ചെയ്തു. ആ ഖസിയത്തുകൾ മുഴുവനും എന്റെ കിറാമൻ കാത്തിബീൻ, മാന്യരായ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചു. അത് പരലോകത്തെ ഹിസാബിന്റെ വേദിയിൽ നീ വരുമ്പോൾ അതെടുത്തു നോക്കുമ്പോൾ ഭൂമിയോളമുണ്ട്. ഭാരത്തിലോ നിറവിലോ അല്ലെങ്കിൽ വലിപ്പത്തിലോ ഭൂമിയോളം പാപവുമായി നീ വന്നു. സുമ്മ ലഖീതനി, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുന്നത്, നീ എന്നെ പരലോകത്ത് വെച്ച് ഹിസാബിന്റെ വേദിയിൽ വെച്ച് നീ എന്നെ കണ്ടുമുട്ടുന്നത് ലാ തുശ്രികു ബി ശൈആ, നീ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത നിലക്കാണെങ്കിൽ. ആ പാപങ്ങൾ മൊത്തം ഇങ്ങോട്ട് ചികഞ്ഞു പരിശോധിച്ചപ്പോൾ അതിൽ ശിർക്ക് ഇല്ല എങ്കിൽ, നീ എന്നെ കണ്ടുമുട്ടിയത് ഏതവസ്ഥയിലാണ്? ലാ തുശ്രികു, നീ പങ്കു ചേർക്കുന്നില്ല, ബി എന്നിൽ ശൈഅൻ, ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യാ? അല്ലാഹു പറയുന്നു ല അതൈതുക, നിന്റെ അടുക്കലേക്ക് ഞാൻ വരും, അഥവാ നിനക്ക് ഞാൻ നൽകും. ബി ഖുറാബിഹ, ആ ഒരു ഭൂമിയോളം. അത് വലിപ്പമാകാം, അല്ലെങ്കിൽ നിറമാകാം, അതല്ലെങ്കിൽ ഭാരമാകാം. ആ ഒരു ഭൂമിയോളം പാപവുമായി നീ വന്നാൽ ആ ഒരു ഭൂമിയോളം മഗ്ഫിറത്ത്, പാപമോചനം നിനക്ക് ഞാൻ നൽകുകയും ചെയ്യും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അവന്റെ അടിയാറുകൾക്ക് അവൻ ചെയ്തു കൊടുക്കുന്ന റഹ്മത്ത് ഇതാണ്. പക്ഷെ ആ റഹ്മത്ത് കിട്ടുന്നത് ആർക്കാണ്? തൗഹീദിൽ മായം ചേർക്കാത്ത അവർക്കാണ്. അവരുടെ അടുക്കൽ ഈ ഹദീസ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിലെ അവസാനത്തെ മുഫ്രദാത്തുകൾക്കുള്ള മുഫ്രദത്തിനുള്ള വ്യാഖ്യാനമാണ്. അവസാനത്തെ മുഫ്രദത്ത് എന്താണ്? ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിന്റെ അവസാനത്തെ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. അലാ മാ കാന മിനൽ അമൽ, അലാ മാ കാന മിനൽ അമൽ, അയാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെങ്കിലും എത്രത്തോളമാണെങ്കിലും, അഥവാ ഇവിടെ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന വഅദ്, നീ പരലോകത്ത് എന്റെ അരികിൽ വരുമ്പോൾ ഒരു ഭൂമിയോളം പാപവുമായിട്ടാണ് വന്നത്. ബി ഖുറാബിൽ അർള്, ഒരു ഭൂമിയോളം
ഭൂമിയോളം വലിപ്പത്തിലാകാം, ഭാരത്തിലാകാം, നിറവിലാകാം. പാപവുമായി വന്നാൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമിയോളം പാപമോചനം നിനക്ക് ഞാൻ നൽകുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വഅദാണ്. ഇത് അള്ളാഹുവിന്റെ വഅദാണ്. വലാ യുഖ്ലിഫുല്ലാഹു വഅദ. പക്ഷെ അതിന് ഒരു വ്യവസ്ഥ പറഞ്ഞത്, ഒരൊറ്റ ഖൈദ്. എന്താണ് ആ ഖൈദ്? ഇത് കിട്ടാൻ ഒരൊറ്റ നിബന്ധനയുള്ളൂ. ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ ഒന്നിനെയും നീ പങ്കുചേർക്കുന്നില്ലെങ്കിൽ. അപ്പൊ അള്ളാഹ്ക്ക് പങ്കുചേർക്കാതെ തൗഹീദ് അംഗീകരിച്ചയാൾ ജീവിച്ചു. പക്ഷെ പാപങ്ങൾ കുറെ വർദ്ധിച്ചു പോയി. നിരാശപ്പെടാനൊന്നുമില്ല. അങ്ങനെ ആ പാപങ്ങളുമായി ജീവിക്കാമെന്ന നിലപാട് ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു നിലപാട് അയാൾ എടുക്കുകയാണെങ്കിൽ തൗഹീദിൽ തന്നെ അയാൾക്ക് പാളിച്ച വരും.